എത്ര വട്ടം അവനെ മർദ്ദിച്ചിട്ടുണ്ടാവും ഈ നരഭോജികൾ, ഈ തെമ്മാടി വർഗ്ഗങ്ങൾ, ഈ നാടിന് വേണ്ടാത്ത, നാട്ടുകാർക്ക് വേണ്ടാത്ത ഈ തെമ്മാടി വർഗ്ഗങ്ങൾ എത്ര പ്രാവശ്യം റിബിനെ മർദ്ദിച്ചിട്ടുണ്ടാവും. ഇതേപോലെയാണ് ഈ ക്യാമ്പസിലെ സകല വിദ്യാർത്ഥികളെയും മർദ്ദിച്ചുകൊണ്ട് ഈ ക്യാമ്പസിലെ SFIക്കാർ മുന്നോട്ട് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ക്യാമ്പസിന്റെ അകത്ത് പോയി ആ യൂണിയൻ റൂം എന്ന് ഇവർ പറയുന്ന ആ റൂം ഈ ക്യാമ്പസിലെ ഇടി റൂമാണ്. അവിടെയാണ് KSUക്കാരും മറ്റു വിദ്യാർത്ഥികളും ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇത് ഞങ്ങൾ വിടില്ല. ഈ ജനാധിപത്യ സംസ്ഥാനത്തെ ഒരു തരത്തിൽ ഞങ്ങൾ വിടില്ല. ഇനിയും ശക്തമായ സമരമായിക്കൊണ്ട് ഈ ക്യാമ്പസിൽ KSU മത്സരിക്കുന്ന പാനലിലൂടെ ഈ ക്യാമ്പസിൽ ജനാധിപത്യം വീണ്ടെടുക്കുന്ന സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുഹമ്മദ് റബീൻ യൂണിറ്റ് പ്രസിഡന്റാണ്. യൂണിറ്റ് പ്രസിഡന്റാണ് ഈ ക്യാമ്പസിൽ. അതെ അതെ, ഒരു ക്രൂരമായി മർദ്ദിക്കുന്ന അവസ്ഥ. ആ പോർച്ചിലവിടെ വെച്ചുകൊണ്ട് ഒരു തരത്തിലെ പ്രകോപനമില്ലാതെ പ്രിൻസിപ്പാളെ കാണാൻ പോയ ആ വിദ്യാർത്ഥി നേതാവിനെയാണ് മർദ്ദിച്ചത്. അകത്ത് വിടുന്നില്ല. കാരണം ഇത് SFIയുടെ കോട്ട എന്ന് പറയും. കോട്ടയല്ല, നരഭോജികളുടെ സ്ഥാപനം, നരഭോജികൾ താമസിക്കുന്ന സ്ഥലം, ഈ പരിശുദ്ധമായ ഈ ഗവൺമെന്റ് സ്ഥാപനം നരഭോജികൾ താമസിക്കുന്ന സ്ഥലമാണിത്. ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുമ്പോ എന്ത് ദാഠ്യമാണ്. SFIയുടെ സെക്രട്ടറി ഈ അക്രമത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അടിക്ക് അവൻ പറയാ അടിക്ക് അവനാരാ SFIയുടെ സെക്രട്ടറി എന്ന് അടിക്ക് എന്ന് പറയാ. അവനാരാ? ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവകാശമില്ലേ? ആ അവകാശങ്ങളെ ചോദ്യം ചെയ്യാനൊന്നും SFI നിങ്ങൾ വളർന്നിട്ടില്ല. റിബിനെ നിങ്ങൾ ആക്രമിച്ചോ. ഈ റിബിനെ ആക്രമിച്ചതിന് 100 ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും. ഇവിടെ ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കും. ഞങ്ങൾ ഫുൾപാലിലും മത്സരിക്കാൻ നിൽക്കുക. നിങ്ങൾക്കെതിരെയുള്ള വിദ്യാർത്ഥി വികാരം ഈ ക്യാമ്പസിനകത്തുള്ള തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ഏകാധിപത്യ കോട്ടകളായി നിങ്ങൾ ഇത് മാറ്റും. നിങ്ങൾക്ക് കഴിയില്ല. ഇത് പൊളിക്കും. ഈ കോട്ട പൊളിച്ച് ജനാധിപത്യത്തിന്റെ സംരക്ഷണ കോട്ടയായി ഈ ഗവൺമെന്റ് ITIയെ ഞങ്ങൾ മാറ്റും. ആ പോരാട്ടം തുടരും തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ മീഡിയക്കാർ വരുന്ന സമയത്ത് ഞങ്ങളെ കണ്ടതാണ്. ഞങ്ങൾ ഈ ക്യാമ്പസിന്റെ അകത്ത് വന്ന സമയത്ത് ഞങ്ങളെ ചെയ്തു വെച്ചാണ് SFI നേതാക്കന്മാരടക്കുന്ന സമയത്ത് ഈ പ്രവർത്തനം വിടുക, ക്രൂരമായി മർദ്ദിക്കുക, വടിവെച്ചുകൊണ്ടും ഇടിക്കട്ട വെച്ചുകൊണ്ടും മർദ്ദിക്കുക. എന്നിട്ട് പറയും ഞങ്ങളാണ് ജനാധിപത്യ സംരക്ഷകൻ. ഞങ്ങൾക്ക് KSUവിന് ഒറ്റ സ്റ്റേറ്റ്മെന്റേ പറയാനുള്ളൂ. നിങ്ങൾ എത്ര തല്ലിയാലും എത്ര കൊല്ലാൻ നോക്കിയാലും ഈ ക്യാമ്പസിൽ KSU ജനാധിപത്യം പുലർന്ന പ്രവർത്തനമായി മുന്നോട്ട് പോകും. അതിന് ഞങ്ങൾ രക്തം വീണാലും ഞങ്ങളെ ശരീരം വീണാലും ഞങ്ങൾ മരണപ്പെട്ടു പോയാലും SFIക്കാർ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. ഈ ക്യാമ്പസിൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ട് ഈ ക്യാമ്പസിന്റെ ആ കാണുന്ന മുകളിൽ വെച്ചുകൊണ്ട് KSUവിന്റെ നീലക്കൊടി പാർപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും.